ക്യാൻസർ വാക്സിൻ വികസിപ്പിച്ചെടുത്ത റഷ്യൻ ആരോഗ്യ മന്ത്രാലയം ക്യാൻസറിനെതിരെ mRNA വാക്സിൻ വികസിപ്പിച്ചുവെന്നാണ് പ്രഖ്യാപനം. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി കപ്രിനാണ് ഇക്കാര്യം അറിയിച്ചത്. വാക്സിൻ 2025 ആദ്യം തന്നെ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യാൻസർ വാക്സിനുകൾ ഉടൻ വികസിപ്പിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ അറിയിച്ചിരുന്നു. വാക്സിൻ ട്യൂമർ വികസനത്തെയും ക്യാൻസർ സെല്ലുകളുടെ വ്യാപനത്തെയും തടയുന്നതായി പ്രീ ക്ലിനിക്കൽ ട്രയലുകളിൽ കണ്ടെത്തിയെന്ന് ഗമാലിയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ അലക്സാണ്ടർ ജിറ്റ്സ്ബർഗ് പറഞ്ഞു. В 2022 году мы с молекулярными биологами пришли к нашему генеральному директору Каплину Андрею Дмитриевичу, доложили ему о нашей идее. Он ее поддержал, всесторонне одобрил и поддерживает развитие этого метода. И вот началом таких доклинических исследований уже പൊതുജനങ്ങൾക്ക് നേരിട്ട് നൽകാതെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായാണ് വാക്സിൻ ഉപയോഗിക്കുകയെന്നാണ് റിപ്പോർട്ട്. ക്യാൻസർ വാക്സിന്റെ പേര് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ റഷ്യ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. റഷ്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്നാണ് റിപ്പോർട്ട്. 2022 മാത്രം 6 ലക്ഷത്തിലധികം ക്യാൻസർ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറെയും വൻകുടൽ, സ്തനം, ശ്വാസകോശം എന്നീ അവയവങ്ങളെ ബാധിച്ചവയും. വാക്സിനുകളുടെ രൂപഘടന കണ്ടെത്തുന്നതിനുള്ള നീണ്ട പ്രക്രിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെ 1 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങിയെന്നാണ് റഷ്യൻ വാക്സിൻ പദ്ധതികളുടെ മേധാവി അറിയിക്കുന്നത്. വാക്സിനുകളുടെയും അതിലെ mRNAകളുടെയും ഘടന നിശ്ചയിക്കുന്ന സങ്കീർണമായ പ്രക്രിയ AI-യുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് വഴി അരമണിക്കൂർ മുതൽ പരമാവധി 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞുവെന്നാണ് വാക്സിൻ മേധാവി വ്യക്തമാക്കുന്നത്. ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ ഉദ്ദീപിപ്പിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വാക്സിനുകളുടെ രീതി. ട്യൂമർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിജനുകളെയോ അല്ലെങ്കിൽ പ്രത്യേക പ്രോട്ടീനുകളെയോ ആയിരിക്കും വാക്സിനുകൾ ലക്ഷ്യമിടുക. ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയാണ് ഇവ ചെയ്യുന്നത്. മാത്രമല്ല, HPV വാക്സിൻ പോലെയുള്ള പ്രിവെന്റീവ് വാക്സിനുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട വൈറസുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. സെർവിക്കൽ ക്യാൻസർ പോലുള്ള ചില ക്യാൻസറുകളുടെ സാധ്യതയും ഇവ കുറയ്ക്കുന്നുണ്ട്. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിലൂടെ വാക്സിനുകൾക്ക് ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കാനും ക്യാൻസറിന്റെ ആവർത്തനം തടയാനും അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിലെ ക്യാൻസറുകൾ ഇല്ലാതാക്കാനും ഇവ സഹായകരമാകും. റഷ്യ വികസിപ്പിച്ചെടുത്ത ഈ വാക്സിൻ ക്യാൻസർ ചികിത്സയിൽ നിർണായക സ്വാധീനം ചെലുത്തിയേക്കും. Вакцин против рака и иммуномодулирующих препаратов нового поколения. പുടിൻ പറഞ്ഞ ഭാഷയൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. വാക്സിൻ കണ്ടുപിടിച്ചത് എത്ര വർഷമായി ക്യാൻസർ എന്ന് പറയുന്ന മാരാരോഗം നമുക്ക് എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് എത്ര പേര് ക്യാൻസർ മൂലം നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അതിന് ഭയക്കേണ്ട ആവശ്യമില്ല. വാക്സിനേഷൻ അയക്കാൻ രോഗികൾക്ക് തന്നെ ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചു. 2025 മുതൽ ഈ വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് ചോദിച്ചാൽ അറിയാൻ പറ്റും. വർഷങ്ങളായിട്ട് ജനം ആഗ്രഹം. നമുക്ക് കൊറോണയ്ക്ക് പോലും നമ്മൾ വാക്സിനേഷൻ കണ്ടുപിടിച്ചു, എന്നിട്ട് ക്യാൻസറിനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ വലിയൊരു വിഷമമുള്ള കാര്യമായിരുന്നു. ഇത്ര പേരാണ്. എനിക്ക് തന്നെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളെ എനിക്ക് നഷ്ടപ്പെട്ടുള്ളൂ. വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. നമുക്ക് അതിൻ്റെയൊക്കെ വേദന എത്ര പറഞ്ഞാലും തീരില്ല. ഈ ക്യാൻസർ നമ്മുടെ ഒരു ശത്രുവാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ശത്രുവാണ് ക്യാൻസർ എന്ന്. ഇനി ആ ക്യാൻസറിനെ ഭയക്കണ്ട എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പകുതി ആശ്വാസമാണ്. ഇത് കേൾക്കുന്നവർക്കാണെങ്കിലും ക്യാൻസർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഈ ഒരു വാക്സിനേഷൻ വന്നെന്ന് പറയുന്നത് അവർക്കൊരു സമാധാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉക്രൈൻ ഇഷ്യൂവിൻ്റെ അത് പുടിൻ്റെ ഇമേജ് ശകലം കോട്ടം തട്ടിയിരുന്നെങ്കിലും ഈ ക്യാൻസറിൻ്റെ വാക്സിനേഷൻ കണ്ടുപിടിച്ചോടെ അദ്ദേഹത്തിൻ്റെ ആ ഇമേജ് വീണ്ടും കയറുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്ക കുറേ നാളായി ഇതിനെക്കുറിച്ച് പഠനങ്ങൾ വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം ഫൈനലൈസ് ചെയ്ത് പുടിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു റിപ്പോർട്ട് വന്നു. ജനുവരി മൂലം നമുക്കത് അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.